ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് സരോജിനി നായിഡു എഴുതിയ ലവ് ആൻഡ് ഡെത്ത് എന്ന കവിത ഡിസ്കസ് ചെയ്യാം. ഈ കവിത 1912 അതായത് 1912 ദ ബേർഡ് ഓഫ് ടൈം എന്ന കവിതാ സമാഹാരത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ ഈ കവിത ഒരു പെട്രാർക്കൻ സൊണറ്റാണ്. പെട്രാർക്കൻ സൊണറ്റ് എന്നത് 14 വരികളുള്ള ഒരു കവിതയാണ്. ഈ പെട്രാർക്കൻ സൊണറ്റിന് 2 മെയിൻ പാർട്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് 8 ലൈൻസ് നമ്മൾ പറഞ്ഞല്ലോ 14 വരികളെന്ന്. അപ്പോൾ അതിൽ ഫസ്റ്റ് 8 ലൈൻസിനെ പറയും നമ്മൾ ഒക്ടേവ് എന്ന് പറയും. അപ്പോൾ ആ 8 വരികളിൽ യൂഷ്വലി എന്തൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആകാം, ഒരു ഇമോഷൻ ആകാം. അതായത് പ്രശ്നം അല്ലെങ്കിൽ വികാരം അവതരിപ്പിക്കുന്നതാണ് ഈ ഫസ്റ്റ് 8 വരികളിൽ. ഇനി ബാക്കിയുള്ള 6 വരികൾ, ആ ലാസ്റ്റ് 6 വരികളിനെ നമ്മൾ പറയും സെസ്റ്ററ്റ്. അപ്പോൾ ഈ 6 വരികൾ നമ്മൾ ആ 8 വരികളിൽ അവതരിപ്പിച്ച പ്രശ്നത്തിനോ വികാരത്തിനോ നൽകുന്ന മറുപടി അല്ലെങ്കിൽ പരിഹാരമാണ് ഈ 6 വരികൾ നമുക്ക് നൽകുന്നത്. അപ്പം നമുക്ക് ഈ കവിത ഡിസ്കസ് ചെയ്യാം. ഐ ഡ്രീംഡ് മൈ ലവ് ഹാഡ് സെറ്റ് തൈ സ്പിരിറ്റ് ഫ്രീ. കവിയത്രി ആദ്യ വരിയിൽ എന്താണ് പറയുന്നത്? തൻ്റെ സ്നേഹം തൻ്റെ ബിലവഡിൻ്റെ ആത്മാവിനെ എല്ലാ അപകടങ്ങളിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഐ ഡ്രീംഡ് മൈ ലവ് ഹാഡ് സെറ്റ് തൈ സ്പിരിറ്റ് ഫ്രീ. അപ്പോൾ ഈ വരിയിൽ കവിയത്രി ഒരു സ്വപ്നാനുഭവം പറയുന്നുണ്ട്. അതായത് തൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തിന് അത്രമേൽ ശക്തിയുണ്ട്, അതുകൊണ്ട് തൻ്റെ ബിലവഡിൻ്റെ ആത്മാവിനെ വിധിയുടെയും വേദനയുടെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് കവിയത്രി വിശ്വസിക്കുന്നു. എൻഫ്രാഞ്ചൈസ്ഡ് ദീ ഫ്രം ഫെയ്റ്റ്സ് ഓവർ മാസ്റ്ററിങ് പവർ. അപ്പോൾ എൻഫ്രാഞ്ചൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഫ്രീ അല്ലെങ്കിൽ ഗിവൺ ഫ്രീഡം. അപ്പോൾ സ്വാതന്ത്ര്യം നൽകുക എന്നാണ്. അപ്പോൾ എൻഫ്രാഞ്ചൈസ്ഡ് ദീ ഫ്രം ഫെയ്റ്റ്സ് ഓവർ മാസ്റ്ററിങ് പവർ. ഈ ഫെയ്റ്റ്സ് ഓവർ മാസ്റ്ററിങ് പവർ എന്നത് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തമായ വിധി എന്നാണ് അർത്ഥം. അപ്പോൾ കവിയത്രി എന്താണ് കരുതുന്നത്? തൻ്റെ സ്നേഹത്തിന് വിധിയുടെ ശക്തിയെപ്പോലും തോൽപ്പിച്ച് തൻ്റെ ബിലവഡിനെ രക്ഷിക്കാൻ കഴിയുമെന്നതാണ്. And gird thy being with a scatheless door of rich and joyous immortality. ഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഗേർഡ് തൈ ബീങ്, അപ്പോൾ ഇത് ചുറ്റി സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കവിയത്രിയുടെ സ്നേഹത്തിന് തൻ്റെ ബിലവഡിൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയും എന്ന് കവിയത്രി കരുതുന്നു. അപ്പം സ്കേത്ത്ലെസ് ഡാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപ്പെട്ട അനുഗ്രഹം അല്ലെങ്കിൽ വിലപ്പെട്ട സമ്മാനം എന്നാണ്. സ്കേത്ത്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടുപാടില്ലാത്തത്. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? തൻ്റെ സ്നേഹം ബിലവഡിന് നശിക്കാത്തൊരു വലിയ അനുഗ്രഹം നൽകിയതായി കവിയത്രി കരുതുന്നു. അപ്പം അടുത്ത വരിയിൽ പറയുന്നുണ്ട് എന്താണ് ആ അനുഗ്രഹം? റിച്ച് ആൻഡ് ജോയസ് ഇമ്മോർട്ടാലിറ്റി. അതായത് ഈ ഗിഫ്റ്റ് എന്നത് ഇമ്മോർട്ടാലിറ്റിയാണ്. ഇമ്മോർട്ടാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ലൈഫ് ദാറ്റ് നെവർ എൻഡ്സ് എന്നതാണ്. അപ്പോൾ ഈ വരികളിൽ കവിയത്രി വിശ്വസിക്കുന്നത് എന്താണ്? സ്നേഹം മരണത്തെയും തോൽപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് എന്നാണ്. ഓഫ് ലവ് ഐ ഡ്രീംഡ് മൈ സോൾ ഹാഡ് റാൻസംഡ് ദീ ഇൻ തൈ ലോൺ ഡ്രെഡ് ഇൻകാൽക്കുലബിൾ ആർ ഫ്രം തോസ് പേൽ ഹാൻഡ്സ് അറ്റ് വിച്ച് ഓൾ മോർട്ടൽ സ്കാർ. അപ്പം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോൺ, ഡ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫുൾ ഓഫ് ഫിയർ. അതുപോലെ ഇൻകാൽക്കുലബിൾ, അതായത് ഇമ്പോസിബിൾ ടു പ്രെഡിക്റ്റ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ കഴിയാത്ത. അപ്പോൾ ഇൻ തൈ ലോൺ ഡ്രെഡ് ഇൻകാൽക്കുലബിൾ ആർ, അതായത് മനുഷ്യന് ഒറ്റയ്ക്ക് മരണത്തെ നേരിടുന്ന ആ ഭയങ്കരവും നമുക്ക് അറിയാൻ കഴിയാത്തതുമായ ആ നിമിഷത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം മരണത്തിൻ്റെ നിമിഷം എന്നത് ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒരു ഭയങ്കരമായ ഒരു നിമിഷമാണ്. അതാണ് പറയുന്നത് ഡ്രെഡ്, ഫുൾ ഓഫ് ഫിയർ ആയിട്ടുള്ള. ഓക്കെ, ഫ്രം തോസ് പെയിൽ ഹാൻഡ്സ് അറ്റ് വിച്ച് ഓൾ മോർട്ടൽ സ്കാർ. അപ്പം ഈ പെയിൽ ഹാൻഡ്സ് എന്നത് സിംബിളൈസ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് മരണത്തെയാണ്, ഡെത്തിനെയാണ്. അപ്പോൾ മോർട്ടൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? മനുഷ്യൻ, ഹ്യൂമൻ ബീങ്സ്. അപ്പം കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയം കൊണ്ട് പതുങ്ങത്തില്ലേ, അതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പേടിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും മരണത്തെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓഫ് ലവ് ഐ ഡ്രീംഡ് മൈ സോൾ ഹാസ് റാൻസംഡ് ദീ ഇൻ തൈ ലോൺ ഡ്രെഡ് ഇൻകാൽക്കുലബിൾ ആർ ഫ്രം തോസ് പേൽ ഹാൻഡ്സ് അറ്റ് വിച്ച് ഓൾ മോർട്ടൽ സ്കാർ. അപ്പോൾ തൻ്റെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള സ്നേഹം തൻ്റെ ബിലവഡിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് കവിയത്രി സ്വപ്നത്തിൽ കരുതുന്നത്. അപ്പോൾ ഈ വരിയിൽ കവിയത്രി തൻ്റെ ആഴമുള്ള സ്നേഹത്തിൻ്റെ ശക്തിയെ പറയുന്നു. അതുപോലെ സ്നേഹത്തിന് മരണത്തെയും തോൽപ്പിക്കാൻ കഴിയും എന്നും കവിയത്രി വിശ്വസിക്കുന്നു.
അടുത്ത വരി നോക്കിക്കേ, എന്താ കവയിത്രി പറയുന്നത്? ആൻഡ് കോൺകർ ഡെത്ത് ബൈ ലവ് ലൈക്ക് സാവിത്രി. അപ്പോൾ കവയിത്രി തൻ്റെ സ്നേഹത്തെ സാവിത്രിയുടെ സ്നേഹത്തോട് താരതമ്യം ചെയ്യുന്നു. അതായത് പുരാണ കഥ പ്രകാരം സാവിത്രി തൻ്റെ ഭർത്താവായ സത്യവാനെ യമനിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊരു കഥയുണ്ട്. അപ്പോൾ സാവിത്രിയുടെ ഭക്തിയും സ്നേഹവും ധൈര്യവും കാരണം മരണത്തെപ്പോലും തോൽപ്പിക്കാൻ സാവിത്രിക്ക് കഴിഞ്ഞു എന്നതാണ് കഥ. അപ്പോൾ ഇവിടെ കവയിത്രി സ്വപ്നത്തിൽ കരുതുന്നത് തൻ്റെ സ്നേഹവും അത്ര ശക്തമായതാണ്, അത് മരണത്തെപ്പോലും ജയിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ കവയിത്രി പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത 6 വരികൾ, ആ ലാസ്റ്റ് വരികൾ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഒക്ടേവും സെസ്റ്ററ്റും. അപ്പം അടുത്ത 6 വരികളിലാണ് ഇതിൻ്റെ ആ സൊല്യൂഷൻ തരുന്നത്, അതായത് മറുപടി അല്ലെങ്കിൽ പരിഹാരം നമുക്ക് കിട്ടുന്നത്. വെൻ ഐ എവോക്ക് alas my love was vain even to annul one throw of destined pain or by one heartbeat to prolong thy breath. അപ്പോൾ when I awoke alas my love was vain. ഇപ്പോൾ ഉണർന്നപ്പോൾ തൻ്റെ സ്നേഹത്തിന് മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കവയിത്രി ദുഃഖത്തോടെ മനസ്സിലാക്കി. ഈവൻ ടു അനൽ വൺ ത്രോ ഓഫ് ഡെസ്റ്റിൻഡ് പെയിൻ ഓർ ബൈ വൺ ഹാർട്ട് ബീറ്റ്. അപ്പം ഈ അനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക, ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിവിയർ പെയിൻ. അതുപോലെ ഇവിടെ പ്രൊലോങ് എന്ന് പറയുന്നുണ്ട്, പ്രൊലോങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുക, മേക്ക് ലോങ്ങർ, അതാണ്. അപ്പം ആ വരിയുടെ അർത്ഥം എന്താ? ഈവൻ ടു അനൽ വൺ ത്രോ ഓഫ് ഡെസ്റ്റിൻഡ് പെയിൻ, അതായത് വിധി നിശ്ചയിച്ച വേദനയിൽ നിന്ന് ഒരു ചെറിയ നിമിഷം പോലും മാറ്റാൻ തൻ്റെ സ്നേഹത്തിന് കഴിയില്ല എന്നത് കവയിത്രി മനസ്സിലാക്കി. അതായത് തൻ്റെ സ്നേഹം എത്ര ശക്തമായാലും വിധി നിശ്ചയിച്ച വേദന മാറ്റാൻ കഴിയില്ല. ഓർ ബൈ വൺ ഹാർട്ട് ബീറ്റ് ടു പ്രൊലോങ് തൈ ബ്രെത്ത്, തൻ്റെ സ്നേഹം എത്ര ആഴമുള്ളതായാലും മരണത്തെ തടയാനോ ജീവിതം ഒരു നിമിഷം പോലും നീട്ടാനോ കഴിയില്ല. അപ്പം ഇത് മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ആ പരിമിതവും മരണത്തിൻ്റെ ശക്തിയും കാണിക്കുന്ന വരികളാണ്. ഈ വരികളിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. അതായത് സ്വപ്നത്തിൽ കവയിത്രി കരുതിയത് എന്താണ്? സ്നേഹം മരണത്തെ ജയിക്കുമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? മനുഷ്യൻ്റെ സ്നേഹത്തിന് വിധിയെയും മരണത്തെയും മാറ്റാൻ കഴിയില്ല എന്നാണ്. അടുത്ത വരികൾ നമുക്ക് നോക്കാം. ഓ ലവ് അലാസ് ദാറ്റ് ലവ് കുഡ് നോട്ട് അസ്യൂജ് ദ ബർഡൻ ഓഫ് തൈ ഹ്യൂമൻ ഹെറിറ്റേജ് ഓർ സേവ് ദീ ഫ്രം ദ സ്വിഫ്റ്റ് ഡിക്രീ ഓഫ് ഡെത്ത്. അലാസ് എന്ന് പറയുന്നുണ്ട്, അതായത് ഇവിടെ ഒരു സാഡ്നെസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ അസ്യൂജ് എന്ന് വെച്ചാൽ ടു റെഡ്യൂസ്, കുറയ്ക്കുക. അപ്പം ഈ വരിയിൽ കവയിത്രി വളരെ ആഴത്തിലുള്ള ദുഃഖവും നിരാശയും പ്രകടിപ്പിക്കുന്നു. കവയിത്രി ഇപ്പോൾ ഒരു കഠിനമായ സത്യമാണ് തിരിച്ചറിഞ്ഞത്. എന്താണ്? തൻ്റെ സ്നേഹം വളരെ ശക്തമായാലും മരണത്തിൻ്റെ വേദന കുറയ്ക്കാൻ അതിന് കഴിയില്ല. അതെന്ന് പറഞ്ഞാൽ ലവ് കുഡ് നോട്ട് അസ്യൂജ് റെഡ്യൂസ് ദ ബേർഡൻ ഓഫ് തൈ ഹ്യൂമൻ ഹെറിറ്റേജ്. അപ്പോൾ ഈ വരിയിൽ കവയിത്രി മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന സത്യം പറയുന്നുണ്ട്. അതായത് ദുഃഖവും മരണവും വേദനയും മനുഷ്യനായി ജീവിക്കുന്ന ഓരോരുത്തരും ഇവയെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ലൈൻ എംഫസൈസ് ചെയ്യുന്നത് ആ ഫിലോസഫിക് ഐഡിയ ഓഫ് ദ പോയമാണ്. അത് നോ മാറ്റർ ഹൗ ഡീപ്പ് ലവ് ഈസ് ഹ്യൂമൻസ് കനോട്ട് എസ്കേപ്പ് ദിയർ നാച്ചുറൽ ഫേറ്റ്. അതായത് എന്താണ് നാച്ചുറൽ ഫേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? സഫറിങ്ങും ഡെത്തും. അതാ പറയുന്നത് ദ ബേർഡൻ ഓഫ് തൈ ഹ്യൂമൻ ഹെറിറ്റേജ് ഓർ സേവ് ദീ ഫ്രം ദ സ്വിഫ്റ്റ് ഡിക്രീ ഓഫ് ഡെത്ത്. സേവ് ദീ എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ യു, സ്വിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള, ഡിക്രി എന്ന് പറഞ്ഞാൽ ഡിസിഷൻ അല്ലെങ്കിൽ ഓർഡർ. അവസാന വരിയാണിത്. അതുപോലെ തന്നെ കവയിത്രി ജീവിതത്തിൻ്റെ അന്തിമ സത്യം പറയുന്നു. അതായത് ഫൈനലി ഷീ അക്സെപ്റ്റ് ദാറ്റ് ലവ് കനോട്ട് സേവ് എനിവൺ ഫ്രം ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഡെത്ത്. അപ്പോൾ കവിതയുടെ ആദ്യ ഭാഗത്തിൽ കവയിത്രി കരുതിയത് സ്നേഹം മരണത്തെപ്പോലും ജയിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കി മരണത്തിൻ്റെ വിധിയിൽ നിന്നും ആരെയും സ്നേഹത്തിന് രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ഈ വരി കവിതയുടെ പ്രധാന സന്ദേശം വ്യക്തമാക്കുന്നു. സ്നേഹം ശക്തമാണ്, പക്ഷേ മരണവും വിധിയും അതിനേക്കാൾ ശക്തമാണ്. I hope you are clear with this explanation. Thank you. Have a nice day.